വാഹനാപകടത്തിൽ മരിച്ച നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. പാടിത്തീർക്കാൻ ഇനിയുമേറെ പാട്ടുകൾ ബാക്കിവെച്ചാണ് രതീഷ് തിരുവരങ്കൻ മരണത്തിന്റെ തിരശ്ശീലയ്ക്ക് പിറകിൽ മറയുന്നത്. വാവനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ തങ്ങളുടെ പ്രിയ പാട്ടുകാരനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത് ആയിരങ്ങളാണ്. നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ വാവനൂർ കുന്നത്തേരി വീട്ടിൽ രതീഷ് തിരുവരങ്കന് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം കുളപ്പുള്ളി ചുവന്നുകേറ്റിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജീവൻ നഷ്ടമായത്. തന്റെ നാടൻ പാട്ടുകളിലൂടെയും സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ വ്യക്തിത്വമായിരുന്നു രതീഷിന്റേത്. രതീഷിന്റെ വിയോഗം നാടൻ പാട്ടുരംഗത്തിന് തീരാനഷ്ടം കൂടിയാണ്. 20 വർഷമായി നാടൻ പാട്ടുരംഗത്ത് തുടർന്നു വരുന്ന രതീഷിന് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ പുരസ്കാരം, ഓടപ്പഴം പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകളും നേടാനായി. നിരവധി വർഷങ്ങളായി സർവകലാശാലകളിലും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും നാടൻ പാട്ട് മത്സരത്തിൽ സമ്മാന ജേതാക്കളിൽ ഭൂരിഭാഗവും രതീഷ് തിരുവരങ്കന്റെ ശിഷ്യരാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായ നിരവധി വേദികളിൽ നാടൻ പാട്ട് അവതരിപ്പിച്ച് പ്രശംസ നേടിയ ഇദ്ദേഹം ഇടയ്ക്ക, ചെണ്ടവാദ്യം, നാടൻ കലകൾ എന്നിവയിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഴയകാല നാടൻ കലകളെ പരിശീലനം നൽകുന്നതിനായി വിവിധ പരിശീലന പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു. വലിയൊരു ശിഷ്യ സമ്പത്തും സുഹൃത്ത് വലയവുമുള്ള രതീഷ് തിരുവരങ്കന്റെ നിര്യാണം നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി. വാവനൂർ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വാവനൂരിലെ വസതിയിലെത്തിച്ചു. തുടർന്ന് 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിനും ചടങ്ങുകൾക്കും ശേഷം മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു. ഹലോ, അതെ അതെ നമുക്ക് ഇയാളോടെ വേണുവിനോടെ ഇവിടെ വന്നു പറയട്ടെ, ഇവിടെ കൊണ്ടുവന്ന് പറയുക. രണ്ട് സൈഡ് പോകുന്നോളെ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.